ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്ത് എത്തിച്ചു. ചെന്നൈയിലും ബംഗളൂരുവിലും തെളിവെടുത്ത ശേഷമാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചിട്ടുള്ളത്. അവിടെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ നിന്നടക്കം സ്വർണം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം ബെല്ലാരിയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കാളിയായ അല്ലെങ്കിൽ സ്വർണം വിറ്റു എന്ന് പറയുന്ന ജ്വല്ലറി ഉടമയായ ഗോവർദ്ധന്റെ കടയിൽ നിന്ന് ജ്വല്ലറിയിൽ നിന്ന് സ്വർണം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചിട്ടുള്ളത്. നിലവിൽ 2 പേരാണ് പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ളത്. ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും രണ്ടാമത്തേത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവുമാണ്. ഇരുവരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനിടയിലാണ് നിർണായകമായ വഴിത്തിരിവ് കണ്ടെത്തലുകൾ ഈ അന്വേഷണത്തിനിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. വിവരങ്ങൾ സിജോ വി ജോൺ നൽകും. സിജോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുകയാണ്. തെളിവെടുപ്പിന് ശേഷമാണ് എത്തിച്ചിട്ടുള്ളത്. ഇനി അടുത്ത നടപടി എന്തായിരിക്കും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക? അടുത്ത നടപടി കേരളത്തിലെ തെളിവെടുപ്പാണ്. ശബരിമല സന്നിധാനത്ത് ഉൾപ്പെടെ എത്തിച്ച തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോട് കൂടി സംഘം അങ്ങോട്ട് പുറപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസങ്ങളായി തന്നെ ഈ തെളിവെടുപ്പ് നടത്തുകയായിരുന്നു അന്വേഷണ സംഘം. ഹൈദരാബാദിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഹൈദരാബാദിലേക്ക് പോയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവിടുന്ന് നേരെ പോകുന്നു. അവിടെ ആദ്യം ബെല്ലാരിയിലേക്കാണ് പോയത്. ബെല്ലാരിയിലെത്തി അവിടെ നിന്ന് സ്വർണം പിടിച്ചെടുക്കുന്നു. ഈ വിറ്റ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം പിടിച്ചെടുക്കുന്നു. അതിനുശേഷമാണ് സംഘം ചെന്നൈയിലേക്ക് പോയത്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഇന്നലെ വൈകിട്ട് തുടങ്ങിയതാണ് അവിടെ എത്തിയുള്ള തെളിവെടുപ്പ്. ഇവിടെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് തെളിവെടുപ്പ് നടത്തിയായിരുന്നു. ഇന്ന് രാവിലെ അത് പൂർത്തിയാക്കിയതിനു ശേഷമാണ് സംഘം അല്പസമയം മുമ്പ് ഇവിടെ ഈഞ്ചക്കലിലെ ഓഫീസിലെത്തിയിരിക്കുന്നത്. ഇനി വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. അതിനുശേഷം തെളിവെടുപ്പ് തുടരാൻ വേണ്ടി തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ കേസിൽ അറസ്റ്റിലായിപ്പെട്ടിരിക്കുന്ന മുരാരി ബാബു ഉണ്ട്. മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം നീങ്ങിയിട്ടുണ്ട്. ചൊവ്വാഴ്ച ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. സ്വാഭാവികമായും അന്ന് മുതൽ മുരാരി ബാബുവിനെയും കസ്റ്റഡിയിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. സിജോ, ഇവിടെ കേരളത്തിനകത്ത് സന്നിധാനത്ത് ശബരിമലയിൽ എത്തിച്ച് മാത്രമേ തെളിവെടുപ്പ് നടത്തേണ്ടതുള്ളൂ? പ്രധാനമായും ശബരിമലയിൽ മാത്രമാണുള്ളത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടന്നിരിക്കുന്നത്, സ്വർണ്ണപ്പാളികളൊക്കെ കൊണ്ടുപോവുകയും അത് കൈപ്പറ്റുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്, രേഖകളിൽ ഒപ്പിട്ട് ഒക്കെ ചെയ്തിരിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് ശബരിമലയാണ് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ഈ സംഘം കാണുകയോ ഗൂഢാലോചന നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിലേക്കും കൂടി പോകും. നമ്മൾ ആദ്യം മുതൽ പറയുകയാണ്, ഇത് SITയുടെ ഒരു രഹസ്യ സ്വഭാവത്തോടു കൂടി നടത്തുന്ന ഒരു അന്വേഷണമാണ്. അതുകൊണ്ട് അധികം വിവരങ്ങളൊന്നും ഇതുവരെയും SIT പങ്കുവെക്കുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നതാണ് നിലവിൽ സന്നിധാനത്തേക്കെന്നുള്ളത്. മറ്റു സ്ഥലങ്ങളിലും കൊണ്ടുപോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കത്തില്ല.